ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. രാവിലെ 4:30 കഴിഞ്ഞപ്പോൾ ഇറങ്ങിയതാണ്. ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്കാണ്. അപ്പോൾ ഞങ്ങൾ ചെറുതായിട്ടൊന്ന് എവേ ഫ്രം ഹോമിലേക്ക് പോവാണ്. മസ്കറ്റിലേക്കാണ് പോകുന്നത്, അച്ഛൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഇമിഗ്രേഷനൊക്കെ കഴിഞ്ഞു. നമ്മൾ ബോർഡിംഗ് പാസ് നേരത്തെ എടുത്തിട്ടുണ്ടായിരുന്നു. സോ നമ്മൾ ഇമിഗ്രേഷൻ നമുക്ക് ലഗേജ് മാത്രം ഇതാക്കിയാൽ മതിയായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ ചെന്നിരുന്നു. അപ്പോൾ ദൈവം വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നല്ല ടയേർഡാണ്. അപ്പോൾ വാഷ്റൂമിലൊക്കെ പോയി സെറ്റായിട്ട് വരാമെന്ന് പറഞ്ഞ് നേരെ വാഷ്റൂമിലേക്ക് ചെന്നു. വാഷ്റൂമിലേക്ക് ചെന്നപ്പോൾ പിന്നെ കണ്ണാടി കണ്ടാൽ നമുക്ക് വിടാൻ പറ്റില്ലല്ലോ. അങ്ങനെ കണ്ണാടി നോക്കി 2 വീഡിയോ ഒക്കെ എടുത്തപ്പോൾ ഒരു ആത്മസുഖം. അങ്ങനെ റെഡിയായി. നേരെ പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ പോയി. എനിക്ക് വിശപ്പ് ഒട്ടും സഹിക്കാൻ പോയി. രാവിലെ ആയതുകൊണ്ട് എനിക്കൊന്നും കഴിക്കാൻ പറ്റിയില്ല മര്യാദയ്ക്ക്. ജസ്റ്റ് പഴം കഴിച്ചെങ്കിലും എനിക്ക് അത്ര ഒരു ഇതായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് 2 കുക്കീസും ഒരു എന്താ പറയുക ചീസ് ചിക്കൻ ക്രോയ്സോനും പിന്നെ ഒരു ഹാംബർഗർ ക്രോയ്സോനും കൂടെ വാങ്ങിച്ചു. അത് കഴിച്ചപ്പോൾ ഏകദേശം ഒന്ന് ഓക്കെ ആയി. എന്നാലും ആ രാവിലെ എണീറ്റതിൻ്റെ ഉറക്കക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളാണെങ്കിൽ അവിടെ ഇരുന്ന് ഫോൺ നോക്കി ഉറങ്ങുമായിരുന്നു. പിന്നെ ഒരു 8:30 കഴിഞ്ഞപ്പോഴത്തേനും നമുക്ക് കോൾ വന്നു. അപ്പോൾ ഞങ്ങൾ ഫ്ലൈറ്റിലേക്ക് കയറാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു രാവിലെ ആയതുകൊണ്ടായിരിക്കും ഭയങ്കര ക്ഷീണമുള്ളൊരു യാത്രയായിരുന്നു. വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഫ്ലൈറ്റിനുള്ളിൽ കയറി ഫ്ലൈറ്റ് സ്റ്റാർട്ട് ചെയ്തൊരു 5 മിനിറ്റ്സ് കഴിഞ്ഞപ്പോഴത്തേനും ഞാനും അമ്മയും ദേവനും ഒരേപോലെ ഉറങ്ങാൻ തുടങ്ങി. അത്രയ്ക്ക് ക്ഷീണം ഉണ്ടായിരുന്നു. രാവിലെ എനിക്കൊന്നൊരു 3 മണിയൊക്കെ ആയപ്പോൾ എണീറ്റതാണ്. അപ്പോൾ അതിൻ്റെ ക്ഷീണം കംപ്ലീറ്റ് ഉണ്ടായിരുന്നു. പിന്നെ തലേദിവസമാണ് പാക്കിംഗ് ഒക്കെ ചെയ്തത്. അങ്ങനെ ഈ പോകുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ എണീക്കുമല്ലോ. ആ സമയമായപ്പോഴത്തേനും നമുക്ക് ചെറിയൊരു ഫുഡ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഓൾറെഡി പ്രീ ബുക്ക് ചെയ്ത ഫുഡാണ്. അപ്പോൾ അത് ചെറിയൊരു റൈസും ചിക്കനും പിന്നെ ഒരു ഡെസേർട്ടും ഒരു ജ്യൂസും കൂടെയായിരുന്നു. അതൊക്കെ കഴിച്ച് പിന്നെയും കിടന്നുറങ്ങി. പിന്നെ ലാൻഡ് ആയപ്പോൾ എൻ്റെ ചെവി ഫുൾ അടഞ്ഞ് ആകെ പ്രശ്നമായി. പക്ഷെ വലിയ കുഴപ്പമില്ലായിരുന്നു. സാധാരണ പോകുന്ന അത്ര പ്രശ്നം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഭയങ്കര ലാഗ് ഫ്ലൈറ്റായിരുന്നു കേട്ടോ. 3 മണിക്കൂർ ഒരു ഒറ്റ സ്ട്രെച്ചിൽ ഇരുന്നിട്ട് ഞാൻ കുറച്ച് നാളായി. അപ്പോൾ എനിക്ക് ഭയങ്കര ലാഗ് ഫ്ലൈറ്റായിട്ട് തോന്നി. പിന്നെ ഫുൾ ടൈം ഉറക്കമായിരുന്നു. ഉറങ്ങിയിട്ടും തീരുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ മസ്കറ്റ് ഇൻ്റർനാഷണൽ എത്തിയിട്ട് പിന്നെ നമ്മൾ നേരെ പോയത് ഇമിഗ്രേഷനിലേക്കാണ്. നമുക്ക് എന്താ പറയുക റെസിഡൻസ് കാർഡ് ഹോൾഡേഴ്സ് ആയതുകൊണ്ട് നമുക്ക് വേറൊരു ക്യൂവിൽ നിന്ന് നമുക്ക് മറ്റേ ഇമിഗ്രേഷനിൽ നിൽക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഗേറ്റിൽ നമുക്ക് സ്കാൻ ചെയ്തിട്ട് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം. അപ്പോൾ ആ ഒരു പ്രതീക്ഷയിലാണ് നമ്മൾ പോയത്. അപ്പോൾ ഞങ്ങൾക്ക് ലാസ്റ്റ് 2 ടൈം പോയപ്പോഴും അങ്ങനെ പോകാൻ പറ്റിയില്ല. കാരണം ആ സമയത്ത് 2 ഫ്ലൈറ്റ് ഒരുമിച്ച് വന്ന് ലാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫുള്ള് റഷ് ആയതുകൊണ്ട് നമുക്ക് ഏത് ക്യൂവിൽ പോയി നിൽക്കണം എന്ന് അറിയാത്തതുകൊണ്ട് നമുക്ക് ലാസ്റ്റ് അത് പറ്റിയില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ സെക്കൻഡ് ടൈമാണ് ഇങ്ങനെ പോകുന്നത്. അപ്പോൾ അന്ന് എനിക്ക് തോന്നുന്നു ഞാൻ റെസിഡൻസ് കാർഡ് സ്കാൻ ചെയ്തിട്ടാണ് പോയത്. അപ്പോൾ ഈ പ്രാവശ്യം വന്നപ്പോൾ എനിക്ക് എന്തൊക്കെയോ ചേഞ്ച് വന്ന പോലെ തോന്നി, മാറ്റങ്ങൾ വന്ന പോലെ തോന്നി. പക്ഷേ എന്തായാലും വേഗം കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ലഗേജ് എടുക്കാൻ പോയപ്പോൾ ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു ലഗേജ് ലേറ്റായിട്ടേ വരുള്ളൂ. കാരണം നമ്മൾ നമ്മുടെ കൊച്ചിയിലെ ബോർഡിംഗ് പാസ് നമ്മൾ തലേന്ന് ഓൾറെഡി എടുത്തിട്ടാണ് പോയത്. സോ നമുക്ക് മറ്റേ ഇമിഗ്രേഷൻ പ്രോസസ്സ് നിൽക്കേണ്ട വന്നില്ല. നമുക്ക് നേരെ ലഗേജ് മാത്രം ചെക്ക് ഇൻ ചെയ്ത് കയറ്റിയാൽ മതിയായിരുന്നു. അപ്പോൾ ലഗേജ് കിട്ടാൻ ഒരുപാട് ലേറ്റായി. അത് കഴിഞ്ഞ് ഞങ്ങൾ ലഗേജൊക്കെ കിട്ടി പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അച്ഛൻ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അച്ഛൻ നമുക്ക് വീഡിയോ ഒക്കെ എടുത്തു തന്നു. അങ്ങനെ ഞങ്ങൾ നേരെ വണ്ടിയിൽ കയറി ലഗേജൊക്കെ വെച്ച് ഇപ്പം നമ്മൾ നേരെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ലുലുവിലേക്കാണ്. കാരണം ഞങ്ങൾ എത്തിയപ്പോൾ തന്നെ 12:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫുഡ് വീട്ടിലേക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഹോട്ടലിൽ പോകണോ ഫുഡ് വാങ്ങിയിട്ട് വീട്ടിലോട്ട് പോകണമെന്ന് ചോദിച്ചപ്പോൾ ഞാനും ദേവനും ഒരേപോലെ പറഞ്ഞു വീട്ടിലേക്ക് പോയാൽ മതി, വീട്ടിലോട്ട് പോയിട്ട് ഫുഡ് കഴിച്ചാൽ മതി എന്ന് പറഞ്ഞു. കാരണം അത്ര ഞങ്ങൾ ടയേർഡായിപ്പോയി. യൂഷ്വലി അങ്ങനെ ടയേർഡ് ആവാറില്ല. മേ ബി ഏർലി മോർണിംഗ് ഫ്ലൈറ്റ് ആയതുകൊണ്ടാവാം, ഏർലി മോർണിംഗ് നമ്മൾ എണീറ്റത് കൊണ്ടാവാം ടയേർഡായിരുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ വന്നിട്ട് പിന്നെ നോട്ടീസ് ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത്ര നേരമായിട്ട് ഞാനൊരു തുള്ളി കൂടെ വേർത്തിട്ടില്ല എന്നുള്ളതാണ്. ശരിക്കും നാട്ടിൽ വെച്ച് നോക്കുമ്പോൾ വളരെ ഹ്യൂമിഡിറ്റി ലെസ്സാണ് ഇവിടെ. എന്ന് വെച്ചാൽ നാട്ടിലൊക്കെ ഞാൻ ക്ലിനിക്കിൽ AC-യിലാണ് ഇരിക്കുന്നത്. പക്ഷേ ഒന്ന് പുറത്തേക്ക് വെറുതെ ഒന്ന് തലയിട്ടാൽ മതി, ഞാൻ തിരിച്ചു വരുമ്പോഴത്തേനും ഫുള്ള് വേർത്ത് കുളിച്ചിട്ടാണ് ഉണ്ടാവുക. അപ്പം അച്ഛൻ പറഞ്ഞു AC-യിൽ ഇരിക്കണതുകൊണ്ടായിരിക്കും. അപ്പം ഞാൻ പറഞ്ഞു അല്ല, നമ്മളിപ്പോൾ വീട്ടിലാണെങ്കിൽ കൂടെ AC-യും ഫാനും ജസ്റ്റ് ഒന്ന് ഓഫാക്കിയാൽ മതി. വീട്ടിലിരിക്കുമ്പോൾ പോലും നമ്മളപ്പം തന്നെ പെട്ടെന്ന് സ്വെറ്റ് ചെയ്യാൻ തുടങ്ങും. ഞാനാണെങ്കിൽ പെട്ടെന്ന് സ്വെറ്റ് ചെയ്യണ കൂട്ടത്തില്ല. പക്ഷേ ഇവിടെ വന്നിട്ട് ഇത്രയും നേരമായിട്ട് ഞാനൊരു തുള്ളി പോലും സ്വെറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ലുലുവിലേക്കാണ്. അപ്പോൾ ലുലുവിൽ പോയിട്ട് നമുക്ക് ഫുഡ് വാങ്ങിക്കണം. അതാണ് ഇപ്പോൾ നമ്മുടെ മെയിൻ ലക്ഷ്യം.
അപ്പോൾ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ വീട് പാസ് ചെയ്തിട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കാരണം ഈ മോസ്കിൻ്റെ ഒക്കെ അടുത്തായിട്ടാണ് നമ്മുടെ വീട് വരുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ടാണ് ലുലു വരുന്നത്. അപ്പം ഞങ്ങളിങ്ങനെ കഥകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ദേവൻ അങ്ങനെയായിരുന്നു ഇമിഗ്രേഷനിൽ വന്നപ്പോൾ. ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ ദേവൻ്റെ പാസ്പോർട്ട് സ്കാൻ ചെയ്യുന്ന സമയത്ത് അവന് ഭയങ്കര ടെൻഷനായിരുന്നു. ഇവൻ തല തിരിച്ച് വെച്ചു. അപ്പോൾ അത് സ്കാൻ ആവുന്നില്ല. അവിടുത്തെ ആ പുള്ളിക്കാരനാണെങ്കിൽ ഭയങ്കര ചൂടാണ്. വേഗം പറഞ്ഞു വിടുന്നുണ്ട്. അതായത് ഇവിടെ ശരിയാകാത്തവരെ 2 മിനിറ്റ് പോലും വെയിറ്റ് ചെയ്യിപ്പിക്കണമെങ്കിൽ അപ്പം തന്നെ അപ്പുറത്തേക്ക് പറഞ്ഞു വിടും. അപ്പോൾ ദേവന് ഭയങ്കര ടെൻഷനായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇറങ്ങി എന്തായാലും. അപ്പോൾ ഇതാണ് ലുലു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ടാണ് പോകുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് വർഷങ്ങൾക്ക് ശേഷമാണ് ഞങ്ങൾ 4 പേരും ഒരുമിച്ച് മസ്കറ്റിൽ നിൽക്കാൻ വരുന്നത്. ഞാൻ ലാസ്റ്റ് വെക്കേഷന് +2ലാണ് ദേവൻ ഇവിടെ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ വരുന്നത്. അപ്പോൾ അതുവരെ ഞാൻ ഇങ്ങനെ നാട്ടിൽ ഹോസ്റ്റലിൽ അങ്ങനെയൊക്കെ ആയിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതിന് ശേഷം എനിക്ക് തോന്നുന്നു കുറച്ച് ഗ്രോണപ്പ് ആയതിന് ശേഷം, ദേവനൊക്കെ ഗ്രോണപ്പ് ആയതിന് ശേഷം ഞങ്ങൾ ഇപ്പോഴാണ് ഒരുമിച്ച് നിൽക്കുന്നത്. ഇതിൽ കോമഡി എന്ന് വെച്ചാൽ അച്ഛൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ജാക്ക് ഫ്രൂട്ട് ബിരിയാണി വേണമെന്ന്. ഞങ്ങളെല്ലാവരും പറഞ്ഞു വേണ്ട, ജാക്ക് ഫ്രൂട്ട് ബിരിയാണി വേണ്ട, നമുക്ക് അറിയില്ല ഇതെങ്ങനെ ഉണ്ടാവുമെന്ന് അറിയില്ല. സോ അച്ഛൻ പറഞ്ഞു ഞാൻ കുറച്ച് വാങ്ങി ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ എന്ന് പറഞ്ഞാൽ അച്ഛൻ കുറച്ച് അതിനകത്തുനിന്ന് വാങ്ങി. പിന്നെ നമ്മൾ അവിടെ ഉണ്ടായിരുന്ന ഒരു നോർമൽ ചിക്കൻ ബിരിയാണിയാണ് വാങ്ങിയത്. അതും വാങ്ങി നമ്മളൊരു ജ്യൂസും വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് ആക്ച്വലി നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഈ ബിരിയാണി വാങ്ങുന്ന സമയത്ത് അച്ഛൻ ആളോട് പറഞ്ഞു 2 എഗ്ഗ് ഇടണേന്ന് പറഞ്ഞു. പുള്ളി കേട്ടത് 2 ലെഗ് എന്നാണ്. അപ്പോഴേ എനിക്ക് തോന്നി ആൾ ലെഗ് തപ്പണ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് തോന്നി ആൾ എഗ്ഗ് അല്ല കേട്ടത്, ലെഗാണ് കേട്ടത്. അങ്ങനെ എന്തെങ്കിലും ആട്ടെ വിചാരിച്ചിട്ട് ബിരിയാണിയൊക്കെ വാങ്ങിയിട്ട് നമ്മൾ ബില്ലൊക്കെ ചെയ്ത് ഇറങ്ങി. അപ്പോൾ നമ്മൾ അച്ഛനിങ്ങനെ പറയായിരുന്നു വീട്ടിൽ ഇനി ഇതൊക്കെ വാങ്ങിക്കണം, വെജിറ്റബിൾസൊക്കെ വാങ്ങിക്കണം. അപ്പോൾ അന്നേരം നമുക്ക് വാങ്ങിക്കാൻ ഒരു ശേഷി ഉണ്ടായിരുന്നില്ല. പുറത്തിരുന്ന് ഫുഡ് കഴിക്കാനുള്ള ഒരു ഇതുപോലും ഉണ്ടായിരുന്നില്ല. സോ നമ്മൾ പറഞ്ഞു വൈകിട്ട് വന്നിട്ട് നമുക്ക് വാങ്ങിക്കാം എന്നുള്ള രീതിയിൽ നമ്മൾ ജസ്റ്റ് ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ഫുഡ് മാത്രം വാങ്ങിയിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഞാനിങ്ങനെ അമ്മയോട് ചോദിച്ചു അച്ഛൻ എങ്ങനെ ഇവിടെ ഇങ്ങനെ നിൽക്കണം? അപ്പോൾ അമ്മ പറഞ്ഞു അച്ഛനെ ജസ്റ്റ് വെജിറ്റബിൾസ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ മാത്രം മതി, ഇങ്ങനെ ഫുൾ മീൽ കുക്ക് ചെയ്ത് കഴിക്കണ പരിപാടിയൊന്നുമില്ല. അങ്ങനെ നമ്മൾ വീട്ടിൽ എത്തി, നമ്മുടെ ഫ്ലാറ്റിലെത്തി, ലഗേജൊക്കെ എടുത്തു. എനിക്ക് ലഗേജ് എടുക്കേണ്ട വന്നില്ല, ഞാൻ വീഡിയോ എടുക്കുമായിരുന്നു. സോ ഇവർ 3 പേരും കൂടെയാണ് ലഗേജ് ഉള്ളിലാക്കിയത്. അങ്ങനെ ഞങ്ങൾ നേരെ വീട്ടിലെത്തി, ഡ്രസ്സൊക്കെ മാറി. പെട്ടെന്നൊന്നും പൊട്ടിക്കാൻ നിന്നില്ല, കാരണം ഓൾറെഡി ഞങ്ങൾ ഡ്രസ്സൊക്കെ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. അതൊക്കെ ഇട്ട് വേഗം ഫുഡ് കഴിച്ച് ഞങ്ങൾ കിടന്നുറങ്ങി. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷനായി കിട്ടും. അപ്പോൾ ബൈ.